കന്തിരി എന്റെ മോൻ. കാന്ത്രിയാണ് ഞാൻ, എന്നാൽ നിങ്ങളുടെ മകനല്ല. കാന്ത്രിയായി മാറി നിങ്ങളുടെ സാമ്രാജ്യത്തിൽ ഞാൻ എത്തി. ബൈജോ, ഇവൻ എന്റെ ആളാണ്. നീ വെടിവെച്ചു കൊന്ന ശിവന്റെ മകൻ. ഇവന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തമായി ഞങ്ങളോടൊപ്പം ചേർന്നു. നിങ്ങളുടെ താവളം കണ്ടുപിടിച്ച് 4 വർഷം മുമ്പ് ഇവനെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യിച്ചു. അതിനുശേഷം തക്ക സമയം നോക്കി ഞാനും എൻ്ററായി. നിന്റെ കൺമുന്നിൽ അവനെ വെച്ച് നിനക്ക് ചുറ്റും ഒരു വേലിയുണ്ടാക്കി എനിക്ക് വേണ്ട കോർണറിലേക്ക് നിന്നെ ഞാൻ കൊണ്ടെത്തിച്ചു. ഒരു വീക്ക്നെസ്സും സെന്റിമെന്റ്സും ഇല്ലെന്ന് പറഞ്ഞ നിന്നെ ഒരു മകന്റെ പേര് പറഞ്ഞ് സെന്റിമെന്റൽ ഫൂളാക്കി ഞാൻ മാറ്റി. പ്ലാൻ ചെയ്ത് നിന്നെയും ശേഷുവിനെയും തമ്മിലടിപ്പിച്ച് അവസാനം നിന്നെ ഒറ്റപ്പെടുത്തി ഇവിടെ എത്തിച്ചു. ഡോക്ടറുമായ, ഹോസ്പിറ്റലുമായ, ഓപ്പറേഷനുമായ, അനാഥാലയം, ഫാദർ, പിള്ളേര്, കല്ലറ എല്ലാം മായായിരുന്നു. അന്ന് തലക്കടിച്ചത് പോലും ഞാനായിരുന്നു. നിങ്ങൾക്ക് ഒരസുഖമില്ല, അതുപോലും ഞാൻ സൃഷ്ടിച്ചതാ. മയങ്ങിക്കിടക്കാനായി മയക്കുമരുന്ന് കലക്കി തന്നു. പണത്തിന്റെ മേളിലുള്ള ആർത്തി കൊണ്ട് എന്റെ അച്ഛനെയും അമ്മയും കൊന്ന് നീ കോടികൾ സമ്പാദിച്ചില്ലേ? ആ പണത്തെയാണ് ഞാൻ ഇന്ന് ഇല്ലാതാക്കിയിരിക്കുന്നത്. നിങ്ങളെ കൊല്ലാൻ എനിക്കൊരു സെക്കൻഡ് മതി. എന്നാൽ ഉള്ളിലെ രാക്ഷസനെ കൊല്ലാനാ മുത്തച്ഛൻ പറഞ്ഞത്. ഇനി നീ എന്റെ വഴിയിലെങ്ങാനും ഒരു തടസ്സമായി നിന്നാൽ ഞാൻ എന്റെ മുത്തച്ഛനെ പോലെ അത്ര നല്ലവനൊന്നുമല്ല. ഹലോ, ഐ എം ഫാദർ ദൈവസഹായം. അല്ല കേട്ടോ, തിരുപ്പതി. സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ. ഇവരൊക്കെ എന്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളാ. അല്ല, നിന്റെ സ്വത്തെല്ലാം തട്ടിയെടുത്ത് കഴിഞ്ഞല്ലോ അല്ലേ? അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോവാ? ഒരു കാര്യം ചെയ്യേ, എന്റെ കൂടെ വാ. 200 രൂപ വെച്ച് കിട്ടും. രാവിലെ മുതൽ ഫുഡ് ഫ്രീ. കാണാൻ നല്ല ഫിഗറല്ലേ? ഡയലോഗുള്ള വേഷമൊക്കെ കിട്ടും. നാളെ നീ വലിയ ആർട്ടിസ്റ്റ് ആയി നിന്റെ സിനിമ ചിലപ്പോ 100 ദിവസമൊക്കെ ഓടിയെന്ന് വരും. പാടാ, മലയാള സിനിമയുടെ കാര്യമല്ലേ? എല്ലാം കൺഫ്യൂഷൻ ആക്കി കളഞ്ഞു. കൈ കിട്ടിയതും പോയി. ആവശ്യമില്ലാത്തൊരു കൂട്ടുകെട്ടായി പോയി. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെന്നിരുന്നെങ്കിൽ രണ്ടിനെ ഇപ്പൊ തീർത്തേനെ. സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തെറ്റുപറ്റിപ്പോയടാ. അവനെന്റെ മോനല്ലടാ. നീ എന്താ പറയുന്നേ? സത്യമാടാ, അവൻ നമ്മൾ കൊന്ന കൃഷ്ണന്റെ മോനാടാ. കൃഷ്ണൻ? ആ കിളവനെപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവൻ നമ്മൾ രണ്ടുപേരെയും തെറ്റിച്ച് ഫൂളാക്കി ആസ്തി മൊത്തം തട്ടിയെടുത്തടാ. ദാസ്, എനിക്ക് നിന്റെ സഹായം വേണം. ഈ ദാസിനോട് സഹായം ചോദിക്കുന്നവൻ എത്ര ശത്രുവായാലും എനിക്ക് മിത്രമാണ്. ചോദിക്കുന്നതോ ഗ്രേറ്റ് പിയാർ. എനിക്ക് ഇവന്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. എനിക്ക് വേണ്ടത് ഇവന്റെ ജീവനാണ്.